വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അസാധ്യമെന്നല്ല. ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അത് അസാധ്യമല്ല. അതൊരു അത്ഭുതമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വേദനകളിലും ഓരോ ബുദ്ധിമുട്ടുകളിലും ഇനി മുന്നോട്ടില്ല എന്നുള്ള വാക്കുകൾ ഉരുവിടാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുക. ജീസസ് എവരിഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ ഈ മീഡിയ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കൈത്താങ്ങൽ തരുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്ന, പ്രൈസ് റിപ്പോർട്ടുകൾ അയക്കുന്ന എല്ലാവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. സെപ്റ്റംബർ മാസം നിങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് ഇനിയും ഈ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീസസ് ക്യാമ്പ് യൗവനക്കാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നാളെ, അതായത് ഒക്ടോബർ 1-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 4 മണി 4:30 വരെ. താല്പര്യമുള്ളവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ഈ പ്രാവശ്യം എങ്ങനെയാണ് ഓർമ്മശക്തിയെ നിലനിർത്തേണ്ടത്, ഒരു വിഷയം എങ്ങനെ പഠിക്കാം, എളുപ്പമുള്ള വിഷയം എപ്പോൾ പഠിക്കണം, കട്ടിയായ വിഷയം എപ്പോൾ പഠിക്കണം, അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ ട്രെയിൻ ചെയ്യുന്ന ചില ഭാഗങ്ങൾ കൂടി ഈ പ്രാവശ്യത്തെ ജീസസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അതവർക്ക് പ്രയോജനമായിരിക്കും. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യുക. ഉച്ചയ്ക്കുള്ള ലഞ്ച് വരുന്നവർ കൊണ്ടുവരണം. വൈകിട്ട് 4 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം. രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇത് എല്ലാവരും ഓർത്തിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിലൂടെ ഏത് ബുദ്ധിമുട്ടുകളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. എന്തിനാണ് നമുക്ക് ശക്തി? ബുദ്ധിമുട്ടുള്ളിടത്താണ് ശക്തിക്ക് പ്രാധാന്യമുള്ളത്. അതായത് കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ അതൊരു വിഷയമല്ല. കാരണം കഴുകന് ശക്തിയുണ്ട്. അതുകൊണ്ട് അവൻ കൊടുങ്കാറ്റിന് മുകളിൽ പറന്നുയരും. ശക്തി കുറഞ്ഞ പക്ഷികളെല്ലാം കൊടുങ്കാറ്റിൽ പെട്ടുപോകും. അവരതിനകത്ത് കഷ്ടപ്പെടും. എന്നാൽ ശക്തിയുള്ള കഴുകൻ ആകാശത്ത് മേഘങ്ങൾക്ക് മുകളിൽ കയറും. മഴയൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറന്ന് താഴെ വരും. അവൻ താഴോട്ട് നോക്കുമ്പോൾ താഴെ മഴയുണ്ട്. അവൻ മഴമേഘങ്ങൾക്ക് മുകളിലാണ്. 12 കിലോമീറ്റർ ഉയരത്തിലാണ് മഴമേഘങ്ങൾ ഉണ്ടാകുന്നത്. കഴുകൻ 12 കിലോമീറ്ററിന് മുകളിൽ 18 കിലോമീറ്റർ വരെ മുകളിൽ പറക്കും എന്നുള്ളതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ താഴെ നോക്കുമ്പോൾ ഇടിമിന്നലും ഭയങ്കര കാറ്റും കാർമേഘവും. എന്നാൽ കഴുകൻ ഒരു തുള്ളി വെള്ളം അവൻ്റെ ദേഹത്ത് വീഴുന്നില്ല. മഴയും കാറ്റും കോളും ഇടിമിന്നലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കറക്കവും കഴിഞ്ഞ് പുള്ളി താഴെ വരുമ്പോൾ വേണ്ടടാ എല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് വേദനിച്ച് മരം വീണു, കൂടുപോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പല പക്ഷികളും വേദനയോടെ ഇരിക്കുമ്പോൾ കഴുകൻ ശക്തിയുള്ളത് കൊണ്ട് അവൻ അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ബുദ്ധിമുട്ടുകൾ വേണം. എന്നാൽ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള ശക്തി വേണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടത് അന്നത്തെ റോഡ് പണിക്ക് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക ഒരു ആയുധമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ആരാ? പിക്കാസ് എന്ന് പറയും. പണ്ടാരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഓപ്പറേറ്ററാണെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോഴാണ് പറഞ്ഞത് പിക്കാസ് ഓപ്പറേറ്ററാണ്. എന്താണ്? റോഡ് പണിയായിരുന്നു. അപ്പോൾ പിക്കാസ് എന്ന് പറയുന്നത് 2 അറ്റത്തും ഒരു വശത്ത് പോയിന്റ് ആയിട്ടുള്ളൊരു ഭാഗം, വേറൊരു വശത്ത് ഉളി പോലെയുള്ള ഒരു ഭാഗം, തിരിച്ചും മറിച്ചും വെട്ടി റോഡിൽ കാണ വെട്ടുന്ന ഉപകരണമായിരുന്നു. എന്നാൽ അത് ഒരു മനുഷ്യനെടുത്ത് ഉയർത്തി വെട്ടണം. മലയാളിക്ക് മടിയായതുകൊണ്ട് തമിഴ്നാട്ടുകാരായിരുന്നു ചെയ്തിരുന്നത്. കാലം കഴിഞ്ഞു, JCB വന്നു. ഒരു 100 പണിക്കാര് ചെയ്യുന്ന കാര്യം
JCB വന്നു കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ചെയ്ത ആള് വീട്ടിൽ പോവുകയാണ്. എന്താ കാരണം? ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ ആ യന്ത്രത്തിന് ശക്തിയുണ്ട്. ശക്തിയുള്ള സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ ഏത് ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ കഴിയും. ഓരോ ദിവസവും ജീസസ് എവരിഡേയിൽ കേൾക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടും. കാരണം യേശു പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യെരുശലേമിലെ പ്രശ്നങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യും. യഹൂദിയയിലെ ശമരിയയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങളെ അനേക രാജ്യങ്ങൾക്ക് ആവശ്യം വരും. കാരണം അവിടെയും നിങ്ങൾക്ക് ഇതേ കാര്യം ഉപയോഗിച്ചാൽ മതി. ശക്തി, ദൈവശക്തിയുണ്ടോ, കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. ശക്തി മറുപടി കൊണ്ടുവരും. അതുകൊണ്ട് ശക്തി ലഭിച്ചിട്ട് നമ്മൾ സാക്ഷികളാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കാം. വരുന്ന ദിവസങ്ങളിൽ ഉയരത്തിലെ ശക്തിയുമായി മുന്നോട്ട് പോയി എല്ലാ ബുദ്ധിമുട്ടുകളെയും നമുക്ക് യേശുവിൻ നാമത്തിൽ അതിജീവിക്കാൻ കഴിയട്ടെ. നമ്മൾ അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. സഹോദരന്മാർ, അതായത് 29-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു. അവരും അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. ഇപ്പോൾ ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ കൊല്ലാൻ വന്നവനെ യഹൂദന്മാർ കൊല്ലാൻ പദ്ധതിയിട്ടു. കാരണം ഇപ്പോൾ ദൈവസഭയ്ക്ക് ഇവനൊരു വളക്കൂറായി, യഹൂദന്മാർക്ക് ഒരു തലവേദനയായി. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഇവനെ ദൈവം മാറ്റി മറിച്ചു. അടുത്ത വാക്യം, സഹോദരന്മാരത് അറിഞ്ഞ് അവനെ കൈസരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. സഹോദരന്മാരത് അറിഞ്ഞു. ഒരാളെ ചതിക്കുവാൻ, ഒരാളെ നശിപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി വളരെ ഫലമുണ്ടാകേണ്ട ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കാൻ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്ന സഹോദരന്മാർ അവന് ദമസ്കോസിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ പാർക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. സഹോദരന്മാർ അതറിഞ്ഞു. നമ്മുടെ കൂടെ ഉള്ളവർക്ക് വരാൻ പോകുന്ന അനർത്ഥം അവരറിയുന്നതിന് മുമ്പേ നമുക്കൊന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ അവരെ നമുക്ക് അതിൽ നിന്ന് രക്ഷിച്ചൂടെ? സഹോദരന്മാർ അതറിഞ്ഞു. ഇവനെ കൊല്ലാൻ വട്ടം കൂട്ടുന്നത് സഹോദരന്മാർ അറിഞ്ഞു. പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. ചർച്ചിൽ പലരും എനിക്ക് ഒരു ഓഡിയോ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവരും അല്ല, ചിലർ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. നമ്മുടെ ചർച്ചിൽ വരുന്ന ആ മുൻവശത്തിരിക്കുന്ന ഇന്നയാൾ, ആ ആളെക്കുറിച്ച് ഞാനൊരു കാഴ്ച കണ്ടു. ആ കുടുംബത്തിന് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ അത്യാവശ്യമായിട്ട് പറ്റിയാലൊന്ന് പോയി പ്രാർത്ഥിച്ചെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞെന്ന് പറയരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ അറിയുന്നവർ സഭയിലുണ്ട്. ഓരോ കാര്യങ്ങളും കർത്താവിൽ നിന്ന് നേരത്തെ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് കപ്പലുടമസ്ഥനോടും കപ്പലിൻ്റെ ക്യാപ്റ്റനോടും, ഈ യാത്രയിൽ നിങ്ങളെ കപ്പലിന് മാത്രമല്ല നിങ്ങളുടെ പ്രാണനും ഏറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു. യാത്ര തുടങ്ങിയില്ല, ഈശാനമൂലൻ ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പേ കാണാൻ കഴിയുന്നവർ കൂടെയുണ്ടോ? അങ്ങനെയുള്ളവരൊക്കെ നടുവിൽ വളർന്ന പൗലോസിനും അതേ അനുഭവ കൃപകൾ ലഭിച്ചു. നിങ്ങളുടെ കൂട്ടായ്മ എങ്ങനെയുള്ളതാണ്? ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്ന് അറിയുന്നവർ നിങ്ങളുടെ സഹോദര വർഗങ്ങളുടെ ഇടയിലുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ചർച്ച ഒരു ആത്മനിറവിൻ്റെ ചർച്ച. നേരത്തെ കാര്യങ്ങൾ
കാലെ കൂട്ടി മനസ്സിലാക്കാൻ ഉള്ള ജ്ഞാനികൾ നിങ്ങളുടെ ഇടയിലുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സഭ ആത്മനിറവിൻ്റെ സഭയാണ്. യേശുക്രിസ്തുവിൻ്റെ സഭയുടെ പ്രത്യേകത അതാണ്. അരാം സൈന്യം ഏലീശയെ കൊല്ലാനായിട്ട് വളഞ്ഞപ്പോൾ ഏലീശ അത് നേരത്തെ അറിഞ്ഞു. എന്താണ്? സൈന്യം മല നിറച്ച് നിൽക്കുന്നത്. ഏലീശ അതറിഞ്ഞിട്ട് പേടിച്ചില്ല, അനങ്ങിയില്ല, മൗനമായിരുന്നു. കാരണം ഏലീശ അത് മാത്രമല്ല അറിഞ്ഞത്, അത് തൻ്റെ ബാല്യക്കാരനായ ശിഷ്യനും അറിഞ്ഞു. ഏലീശ മറ്റൊരു കാര്യം അറിഞ്ഞു. അഗ്നിമയ രഥങ്ങളും തേരുകളും അവരെക്കാൾ ശ്രേഷ്ഠരായ ശക്തിയുള്ള ദൈവദൂതന്മാരും ഏലീശയ്ക്ക് കാവലായി മലയുടെ ചുറ്റുമുണ്ട് എന്ന കാഴ്ച. ആ അറിവാണ് ഏലീശ എന്ന പ്രവാചകനെ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ഈ ചരിത്രത്തിൽ ബലപ്പെടുത്തുന്നു. ഏലീശയ്ക്ക് പേടിയില്ല. അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം നമ്മോട് കൂടെയുണ്ട്. ശിഷ്യനോട് പറയുന്നുണ്ട്, അവർക്ക് എന്ത് ബലമുണ്ടോ അതിൻ്റെ പല മടങ്ങ് ബലമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള പ്രതികൂലത്തിലെ തിരിച്ചറിവ്. പ്രതികൂലങ്ങളിൽ അനർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞൊഴിയുന്നതും പ്രതികൂലങ്ങളിൽ അനർത്ഥങ്ങളിൽ ധൈര്യപ്പെടുന്നതുമെല്ലാം ഒരു വെളിപ്പാടിൻ്റെ വരമാണ്. മറ നീക്കി ദൈവം കാണിക്കും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ ഓരോരുത്തന് അതേ ആത്മാവ് പങ്കിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, ഇങ്ങനെ പറഞ്ഞ അന്യഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, വിവിധ ഭാഷകൾ, ഇങ്ങനെ 9 കൂട്ടം വരങ്ങൾ പറയുമ്പോൾ ഒന്നാമത് പറയുന്നു ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, അറിയാനുള്ള വരങ്ങൾ, വിവേചന വരം, അറിവിൻ്റെ വരങ്ങൾ. 3 വരങ്ങളാണ്: ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിവേചനം. അടുത്തു വരുന്നവർ ഏത് ടൈപ്പാണ്? ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇസഖാർ ഗോത്രത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കാലജ്ഞന്മാരെന്ന് പറഞ്ഞു. അവർ ഇസ്രായേൽ മക്കൾക്ക് വരാൻ പോകുന്ന കാര്യം കണക്ക് കൂട്ടി പറയുന്നവരായിരുന്നു, ജ്ഞാനികളായിരുന്നു. വരാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇത് ദൈവം കൊടുക്കുന്ന ജ്ഞാനമാണ്. അഹിത്തോഫേൽ ദാവീദിനോട് തെറ്റുന്നതിന് മുമ്പ് അവൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് എന്നും അവനൊരു വിജയമായിരുന്നു. ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ അവൻ്റെ ജ്ഞാനം പോയി. അപ്പോൾ ഒരു ജ്ഞാനം ദൈവം തരുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ദൈവസഭയോട് അകന്നു കഴിഞ്ഞാൽ നിന്റെ ജ്ഞാനം കട്ടായി പോകും. അതാണ് അഹിത്തോഫേൽ അവൻ്റെ കാര്യം നടന്നില്ലെന്ന് കണ്ടപ്പോൾ കെട്ടിഞ്ഞാണ് ചത്തെന്നാണ്. അവൻ പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിനോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും ചേർന്ന് നിൽക്കാത്തവന് കൃപാവരങ്ങൾ കൊണ്ട് ഒരു ഗുണവുമില്ല. കൃപാവരങ്ങൾ എപ്പോഴും ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്ന് ദൈവികമായ ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് സഹോദരന്മാരത് അറിഞ്ഞ് അവനെ കൈസറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങോട്ട് പറഞ്ഞു വിടണം, അവർക്ക് ദൈവം ജ്ഞാനം കൊടുത്തു. ജ്ഞാനമുള്ളവർ സഭയിൽ വേണം. അങ്ങനെയുള്ളവർ സഭയിൽ വർദ്ധിക്കുമ്പോൾ സഭയിൽ വരാൻ സാധ്യതയുള്ള, സഭയിൽ ഉള്ളവരിൽ വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ മാറും. സഹോദരന്മാരെ, കപ്പലിന് മാത്രമല്ല നിങ്ങളുടെ അനേക കാര്യങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ പൗലോസിൻ്റെ വാക്കിനേക്കാൾ കപ്പലുടമസ്ഥൻ്റെയും കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെയൊക്കെ വാക്കുകളാണ് സ്വീകാര്യമായത്. അതുകൊണ്ട് അവർ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പോസ്തലപ്രവൃത്തി 27 പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ മന്ദമാരുതനടിച്ചു. എല്ലാം അനുകൂലമെന്ന് തോന്നി. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റടിച്ചു. 14 ദിവസം അടിച്ചിട്ടും ആ കാറ്റ് നിന്നില്ല. അതുപോലത്തെ ഒരു കൊടുങ്കാറ്റ്.
കപ്പലിലുള്ളതിനും അവരുടെ പ്രാണനും ഏറിയ കഷ്ടനഷ്ടങ്ങളുണ്ട്. മാനസികമായി തകർന്നു. ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചില്ല. പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ് നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും, എന്നാൽ നിങ്ങളത് കേട്ടില്ല. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഇനിയും നിങ്ങൾക്ക് കേടുണ്ടാവില്ല. നിങ്ങളിൽ ആരുടെയും രോമത്തിന് കേടുവരില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ ഈ കപ്പലിൽ എൻ്റെ അടുത്ത് വന്നു. പൗലോസേ, പേടിക്കണ്ട, നിന്റെ കൂടെയുള്ളവരെ നിന്റെ കയ്യിൽ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. നീ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാണ്. ജ്ഞാനം, മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ്, ജ്ഞാനം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി. ദമസ്കോസിലുള്ള സഹോദരന്മാർ ഈ ലെവലായിരുന്നു. നമ്മൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു ആ ഒരു കൃപയുണ്ടാകും. പൊതുവെ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ സഭയിലുള്ളവർ പിന്നെ ഞായറാഴ്ച ഒന്ന് വന്ന് പേരിന് വന്നിട്ട് പോകും. കാരണം ചത്ത കുഴിച്ചിടാനും കല്യാണം നടത്താനും ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം സഭയെ കാണുന്നവർ, അങ്ങനെയുള്ളവർ അവരുടെ പണമാണ് അവർക്ക് വലുത്. ഞായറാഴ്ചയും ജോലി ചെയ്ത് കളയും, ഓവർ ടൈം, പിള്ളേരെ ട്യൂഷന് വിടും. ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കും. സഭായോഗങ്ങളിൽ ഇരിക്കുമ്പോൾ, ജ്ഞാനികളോടുകൂടെ നടക്കുമ്പോൾ നമ്മൾ ജ്ഞാനിയാകും. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടും. അഭിഷേകമുള്ളവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമ്മളിലും ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യമെന്ന്. നമ്മൾ ആരോടുകൂടെ സമയം ചെലവഴിക്കുന്നുവോ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടും, നമ്മുടെ ജീവിതം മാറും. എനിക്ക് എത്രയോ പേരെ അറിയാം, പഠിപ്പില്ലാത്ത സാമാന്യരായ സാധാരണ ചെറുപ്പക്കാർ ഇന്ന് ലോക രാജ്യങ്ങളിൽ പ്രയോജനപ്പെടുന്നവരും ആ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെട്ടതുമായി മാറി. ജ്ഞാനം, ദൈവിക ജ്ഞാനം, ആ ജ്ഞാനം ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. വരുന്ന 3 മാസത്തേക്ക്, വരുന്ന 2026 അടുത്ത ഒരു 25 വർഷത്തേക്ക് വേണ്ട ദൈവിക ജ്ഞാനം ദൈവത്തോട് നമുക്ക് ഇരുന്ന് ചോദിക്കാം, പ്രാർത്ഥനയിൽ ചോദിക്കാം. കർത്താവേ, ശലോമോന് കൊടുത്തതുപോലെ എനിക്കും തരണം. ശൗലിന് കൊടുത്തതുപോലെ, പൗലോസ് ആക്കി മാറ്റിയ ശൗലിന് കൊടുത്തതുപോലെയുള്ള വിസ്ഡം എനിക്ക് തരണം. സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ പത്രോസിന് യോഹന്നാനും കൊടുത്ത ജ്ഞാനം തരണം. യേശു അങ്ങ് ഭൂമിയിലുള്ള സമയത്ത് എവിടെ നിന്ന് ഇവന് ഈ ജ്ഞാനം എന്ന് അനേകർ ചോദിച്ചു. അതുപോലൊരു ജ്ഞാനം എനിക്ക് തരണം. ഇങ്ങനെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന, വേദപുസ്തകത്തിലെ ഓരോ ഭാഗവും നിങ്ങളുടെ പ്രാർത്ഥന വിഷയമാക്കുന്ന ഒരു അനുഭവത്തിലോട്ട് വന്നാൽ ഈ 3 മാസം, വരുന്ന 3 മാസത്തിനുള്ളിൽ, 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മഹാ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കേട്ട വചനം ഇവരുടെ ജീവിതത്തെ ആടിമുടി മാറ്റിമറിക്കുന്നതും ജീവിതത്തെ പുതുക്കുന്നതും ജീവിതത്തിൻ്റെ വഴികളിൽ വിജയത്തെ, കഴുകനെ പോലെ പറന്നുയരുന്ന വിജയത്തെ കൊടുക്കുന്നതുമായി തീരട്ടെ. സൗഖ്യങ്ങൾ ഇവർ പ്രാപിക്കട്ടെ, സമൃദ്ധി ഇവർ പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ ഭാവി ഇവർ കാണട്ടെ, ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഉള്ളവരാകട്ടെ, ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കഴുകന്മാരാകട്ടെ. ഇവർ തുടങ്ങിയത് വളരെ സക്സസ് ആയി മാറട്ടെ. ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഭാവി, ജോലി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ പുതിയ മാസങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ 1-ാം തീയതി ഒക്ടോബർ മാസം ഒരു പുതിയ തുടക്കം നമുക്ക് കുറിക്കാം. പുതിയ തീരുമാനത്തോടെ വരാം. നമുക്ക് നാളെ രാവിലെ ജീസസ് ക്യാമ്പ് എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ക്യാമ്പ്, 1 ഡേ ക്യാമ്പുണ്ട്. രാവിലെ 10 മണിക്കാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ജീവിതം മാറി മറിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ മാസം നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. വെള്ളത്തെ വീഞ്ഞാക്കി കുരുട്ടു കൺ തുറന്നു, ഇല്ല വേറാരും യേശുവേ. ഇരുൾ വെളിച്ചമാക്കി പൊടിയിൽ ജീവൻ നൽകി, ഇല്ല വേറാരും
യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും? യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുന്നിൽ നിൽക്കും? യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും? യേശുവൻ കൂടെ വന്നാൽ യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും? യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുന്നിൽ നിൽക്കും? യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും? യേശുവൻ കൂടെ, എൻ കൂടെ, എൻ കൂടെ, എൻ കൂടെ. യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നു യേശു സൗഖ്യദായകൻ, അത്ഭുത നാമമേശു. യേശു യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നു യേശു സൗഖ്യദായകൻ, അത്ഭുത നാമം.